Hello, welcome to Aadiz vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ബാർബിക്യൂ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സംഭവം പൊളിയായിട്ടുണ്ടായിരുന്നു, സക്സസ് ആയി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല പുളിയുള്ള കട്ട തൈര് നോക്കിയെടുക്കുക കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതുപോലെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഒരു ബാർബിക്യൂവിൻ്റെ ഈ ഒരു പൗഡറും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്താലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ ബാർബിക്യൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് ഏതാണ്ട് ചാറ്റ് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ലേശം ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലേശം ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒന്ന് തീ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ചാർക്കോളും കർപ്പൂരും ചിരട്ടയൊക്കെ വെച്ചിട്ടൊക്കെയാണ് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കണേ. ഇതൊന്ന് കത്തി വരാൻ തന്നെ അത്യാവശ്യം സമയം എടുത്തോട്ടെ. ഏതാണ്ട് 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ എടുത്തു ഒന്ന് കത്തിപ്പിടിച്ച് ആ ഒരു കനൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ണേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ടല്ലോ. കടയിൽ നിന്ന് വാങ്ങി കഴിക്കണേക്കാളും വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഏതാണ്ട് ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞങ്ങൾ എടുത്തിരിക്കണേ പീസോള്. അപ്പോൾ ഇതാ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു പ്രത്യേക മണം കേട്ടോ. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണ കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവുമല്ലോ, ചാറ്റ് മസാലയുടെയും അതിൻ്റെ ഒരു മണം. അതേപോലെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ ആവണ നേരം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് നല്ല ഒന്നാന്തരം മുന്തിരി വൈനൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇതേപോലെ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. അത് ഒറ്റയ്ക്കല്ല, ഇതുപോലെ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കണം. അപ്പോഴേ ഒരു പ്രത്യേക ഫീല് കിട്ടുള്ളൂ. അപ്പോൾ കസിൻസും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലായിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവരും. അപ്പോൾ ചിക്കൻ്റെ കൂടെ ഞങ്ങളുടെ ഇന്നത്തെ കോംബോ ചപ്പാത്തി ഉണ്ട്, കുബൂസ് ഉണ്ട്, അതുപോലെ മയോണീസ് ഉണ്ട്, സാലഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങളൊരു നല്ലൊരു പിടി പിടിച്ചിട്ട് വരാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളാക്കി വെക്കുക. എന്നാലും ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ അതൊന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.